ഇറങ്ങിക്കോ. പേടിയൊന്നുമില്ലല്ലോ. ഗർഭസത്യാഗ്രഹം സിന്ദാബാദ് ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഏറ്റു വിളിക്കണം. ഗർഭസത്യാഗ്രഹോ? ആർക്കാണ് ഗർഭം? 10-20 കൊല്ലം മുമ്പുണ്ടായ ഗർഭം അല്ലേ? സോറി സോറി സോറി. എത്ര നീ ഒന്നും മിണ്ടാതെ കൂടെ പോയച്ചാ മതി. അവിടെ ചെന്ന് അതും ഇതും പറഞ്ഞ കാര്യങ്ങൾ കുളവാക്കല്ലേ. വെരി കെയർഫുൾ ആയിട്ട് കാര്യങ്ങൾ വാച്ച് ചെയ്ത് ഞാൻ സൈലന്റ് ആയിട്ട് നിന്നോളാം. കമാൻ. ആനിക്കൊച്ചിന്റെ തന്ത താനാണെന്ന് കുട്ടപ്പായി മുതലാളി സമ്മതിച്ച പിന്നത്തെ കാര്യം അന്തപ്പനേറ്റ്. ലക്ഷക്കണക്കിന് സ്വത്തിന്റെ അവകാശിയാവാൻ പോവല്ലേ ആനിക്കൊച്ച്. ഇത് കണ്ട ഇനി ആനിക്കൊച്ച് താമസിക്കാൻ പോണ ഭവനമാണ് ഈ കാണുന്നത്. ചെല്ലി 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 ചെല്ലി. അന്തപ്പൻ വരുന്നില്ലേ? അന്തപ്പൻ ഇവിടെ നിൽക്കാം. എന്തേലും കശപിശ അവിടെ ഉണ്ടായാലുണ്ടല്ല, അന്തപ്പ എന്നൊരു വിളി വിളിച്ചാ മതി. വിളിച്ച് തീരുന്നതിന് മുമ്പ് അന്തപ്പൻ അവിടെ എത്തി. ചെല്ലി ചെല്ലി ചെല്ലി. അല്ല ആരാ? എന്റെ പേര് ദീനാമ. ഇതെന്റെ മോളാ ആനി. കുട്ടപ്പായി മുതലാളി ഒന്ന് കാണാൻ വന്നതാ. ഓ, മോളെ കെട്ടിക്കാൻ സഹായം ചോദിച്ചു വന്നായിരിക്കും. അവനിവിടെ ഇല്ലല്ലോ. എടി വത്സമ്മേ, 10-100 രൂപയുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ട് കൊടുക്ക്. മോളെ കെട്ടിക്കാൻ പിച്ചക്കാശ് ചോദിച്ചു വന്നതല്ല ഞാൻ. അവളെ ഇവിടെ നിർത്തിട്ട് പോകാൻ വന്നതാ. ഇവിടെ നിർത്താനോ? അതെ, ഇവിടെ അപ്പന്റെ വീട്ടിലല്ലാതെ പിന്നെ എവിടെ ഇവിടെ നിൽക്കേണ്ടത്? പള്ളിയും പട്ടക്കാരനും അറിഞ്ഞ് അവൻ താലി കെട്ടിക്കൊണ്ടുവന്നോൾ ഇവിടെ ഉണ്ട്. അവന്റെ സ്വത്തും പണവും മോഹിച്ച് മണിമാളിക പൊറുക്കാന്ന് കരുതി ഇറങ്ങി പുറപ്പെട്ടതായിരിക്കും. ആരുടെയും കെട്ടുതാലി പൊട്ടിക്കാനും മണിമാളിക താമസിക്കാനും അല്ല ഞങ്ങളോട് വന്നത്. എന്റെ മോക്കൊരു ജീവിതം വേണം. അവളുടെ തന്ത വലിയ പ്രമാണിയായിട്ട് ഇവിടെ വാഴുമ്പോ ഇത്രയും കാലം ഒരു അനാഥ പെണ്ണിനെ പോലെയാണ് എന്റെ മോള് കഴിഞ്ഞത്. ഇറങ്ങി പോകുന്നുണ്ടോ നീ? അപ്പന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ വന്നിരിക്കുന്നു. ആ തിരുമോന്ത കണ്ടാൽ അറിയാം മറ്റേനമാന്ന്. കണ്ടവന്റെ പുറകെ ഓടി നടന്ന് ആരാന്റെ കൊച്ചിനുണ്ടാക്കിയിട്ട് ഇപ്പൊ അവകാശം ചോദിക്കാൻ വന്നിരിക്കുന്നു. ഇറങ്ങടി, ഇല്ലെങ്കിൽ ചൂലെടുത്തിയ മോത്തടിക്കും. നിന്നെ എന്നാത്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? നിങ്ങളുടെ മോളെ ഏൽപ്പിക്കാൻ വന്നതാ. മോളോ? അതൊരു പുതിയ അറിവാണല്ലോ. ഓ, അത് ശരി. കാഞ്ഞിരപ്പള്ളിയിലെ സണ്ണി പൈതലിന്റെ പുതിയ നമ്പറാണല്ലേ? കൊള്ളാം. മാന്യന്മാരെ നാട്ടിച്ചേ അടങ്ങത്തുള്ളൂ അല്ലേടാ? ഓ, മാന്യത. മാന്യതയുടെ കാര്യമൊന്നും അധികം വിളമ്പണ്ട. തന്റെ മാന്യത തൽസ്വരൂപമാണല്ലോ ഈ നിൽക്കുന്നത്. ഇവളെ പോലെ എത്ര ആനിമാർ അപ്പാന്ന് വിളിച്ച് വരാൻ കിടക്കുന്നുണ്ടാവും. ഇവളെന്റെ മോളാന്ന് എന്നാ തെളിവ്? എടോ, തള്ള ചൂണ്ടിക്കാണിക്കുന്ന ഏത് കൊച്ചിനും തന്ത, അത് തന്നെ തെളിവ്. എന്നാ തെളിയിക്കടാ. പുതിയൊരു ഇറക്കുമതിയെ കൊണ്ട് വന്നിരിക്കുന്നു. നിങ്ങൾ വണ്ടി കയറി പോകല്ലേ. വാട്ടി കഴിവറട മോളെ. കാഞ്ഞിരപ്പള്ളിക്കാർ ഏതാണ്ട് ഒലത്തു എന്ന് പറഞ്ഞപ്പോ നീയും മോളും എന്നെ പരസ്യമായി നാറ്റിക്കാൻ ഇറങ്ങി അല്ലടി. മിണ്ടിപ്പോകരുത്. കുട്ടപ്പായുടെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. 10-20 കൊല്ലം തന്തയില്ലാതെ വളർന്ന പൊന്നുമോക്ക് തന്ത ഉണ്ടാക്കാനോ അതോ പണം ഉണ്ടാക്കാനോ? എന്താണ് ഇതിന്റെ ഉദ്ദേശം? അവന്മാരുടെ കൂടെ നിന്ന് കളി തുടരാനാണ് ഭാവമെങ്കിൽ താമസിയാതെ കോലഞ്ചേരി പുഴയിൽ 2 ശവം കൂടെ ഒഴുകും. മാനഹാനി മൂലം ആത്മഹത്യ ചെയ്ത അമ്മയും മോളും എന്ന് പോലീസ് മഹസർവ് എഴുതും. മനസ്സിലായോടി? ഇരുവിഭാഗങ്ങളുടെയും വാദങ്ങളും സാക്ഷികളുടെ മൊഴികളും നൽകപ്പെട്ട തെളിവുകളും സശ്രദ്ധം പഠിച്ച കോടതി ആനി കുട്ടപ്പായ്ക്ക് ദീനാമയിൽ ജനിച്ച മകളാണെന്നുള്ളത് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ മെയിന്റനൻസ് കേസ് നിലനിൽക്കുന്നതല്ല എന്ന് കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു. ഹെൻസ് ദ കേസ് ഇസ് ഡിസ്മിസ്ഡ്. എന്ത് പറ്റി കാഞ്ഞിരപ്പള്ളിക്കാരൻ പൈതൽ? ഹലോ, കാണാം. ഇപ്പൊ ആലോചിക്കുമ്പോ തോന്നുക ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന്. നമുക്കിവിടം വിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റി. പുറത്തേക്ക് ഇറങ്ങിയാൽ ആളുകളുടെ ഒരുതരം നോട്ടവും സംസാരവും. എവിടെ പോയാലും നിനക്ക് അമ്മയോടുള്ള ദേഷ്യം ഇല്ലാണ്ടാവുമോ? മകളുടെ മുഖത്ത് കരിവാരി തേച്ച ഒരമ്മ. നിങ്ങളുടെയൊക്കെ കുടുംബപ്പോര് തീർക്കാൻ ഞാനും എന്റെ മോളും ഒരു കരുവായി. പോന്നപ്പോ ഒരു മുഴം കയറോട് കൊണ്ടുവരായിരുന്നില്ലേ? 18 കൊല്ലം ഞാൻ എന്റെ മോളെ മണ്ണിൽ ചീത്തപ്പേരില്ലാതെ വളർത്തി.
ഇന്ന് മുതൽ ഈ തള്ളി മോളും ആരാ? പഴിച്ചവളും പഴിച്ചു പറ്റവളും. എനിക്കൊരു തെറ്റുപറ്റി, ക്ഷമിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ നിങ്ങൾ എന്തു പറഞ്ഞാലും എനിക്ക് പൊറുക്കാൻ പറ്റില്ല. അത്രയ്ക്ക് അറുപ്പും വെറുപ്പുമാണ് കാഞ്ഞിരപ്പള്ളിക്കാരുടെ എനിക്ക്. കല്ലൂക്കാരന്മാരെന്റെ ജീവിതം തകർത്തപ്പോ നിങ്ങൾ ചവിട്ടി തേച്ചത് എന്റെ കുഞ്ഞിന്റെ ജീവിതമാണ്. നിങ്ങൾ എന്തോ ജീവിതം തേച്ചെന്നായി പറയുന്നേ? കൊണ്ട് കേസ് കൊടു. അല്ല പിന്നെ എനിക്കിതിൽ കൂടുതൽ ഭംഗിയായ ഭാഷയിൽ ക്ഷമ പറയാൻ അറിയില്ല. എത്ര നിസ്സാരെ സണ്ണിച്ചിന് പറഞ്ഞൊഴിയാൻ കഴിഞ്ഞു. ഇനി ഈ തള്ളയ്ക്ക് മോൾക്ക് എന്തുണ്ട് പ്രതീക്ഷിക്കാനെന്ന് ഒരു വട്ടമെങ്കിലും ചിന്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ പറയില്ലായിരുന്നു. ഇടമജി സന്നിച്ച നേരിട്ട് കാണിച്ചിട്ടില്ല, ഇനിയോട്ട് കാണിക്കുകയില്ല. കല്ലൂക്കാരന്മാർക്കിട്ട് വെടിപൊട്ടിക്കണമെന്ന് കൂടെ കരുതിയാ നിങ്ങളെ കോടതി കയറ്റിയത്. അതിലൂടെ നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടാവട്ടെ എന്നും ആഗ്രഹിച്ചു. പക്ഷേ ആ കണക്ക് തെറ്റിയപ്പോ മനസ്സ് വേദനിച്ചത് നിങ്ങളെ മാത്രമല്ല, ഞാൻ മൂലം ആരും കരയുന്നത് എനിക്കിഷ്ടമല്ല. അനി, ഇതൊരു ഔദാര്യവാക്കല്ല. നിനക്കിഷ്ടമാണെങ്കിൽ ഈ നിമിഷം മുതൽ നീ എന്റെ പെണ്ണ. നാട്ടുകാരുടെ മുമ്പിൽ ദുഷ്പേരുകാരിയായ നിന്നെ ഞാൻ കിട്ടും. കുട്ടപ്പായിയെ നാറ്റിക്കാൻ കൊണ്ടുവന്ന വിഴുപ്പിനെ തന്നെ ചുമക്കുക. കൊള്ളാം, ആദർശവാദി. എന്നാ പിന്നെ ഒരു സമൂഹ വിവാഹ ചടങ്ങിൽ വെച്ച് തന്നെ ആയിക്കൊണ്ടാ പത്രത്തിൽ പടം വരും. ഞാൻ കാരണം ഒരു പെണ്ണിന്റെ ജീവിതം തരാൻ പാടില്ല. ഓ, അത്രയ്ക്ക് ത്യാഗം ചെയ്യാൻ നീ ആര് പുണ്യാളച്ചനോ? പിഴച്ച പെണ്ണുങ്ങൾ വേറെ നാട്ടിലുണ്ട്, നീ തന്നെ അവരുടെ മക്കളെ കെട്ട്. അപ്പച്ച സണ്ണിച്ചായം കാരണം തള്ളേ മോളും കുട്ടപ്പായി കയറി കേസ് കൊടുത്ത്. കേസ് ഒട്ട് ജയിച്ചില്ല. അവർക്കാണെങ്കിൽ നാണക്കേടോട് പുറത്തിറങ്ങാൻ വയ്യ. ഓടാ, നിന്നെ ആരും കൂടി വിളിച്ചില്ലല്ലോ. ചേട്ടന് വക്കാലത്ത് പറയാൻ ഒരു പോലീസ് അനിയം വന്നിരിക്കുന്നു. എന്റെ കൊക്കിന് മോള് ജീവനോടത്തോളം കാലം ഈ കല്യാണം നടക്കില്ലടാ. അഥവാ അങ്ങനെ വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ ആ നിമിഷം ഈ വീടിനെ പടിക്ക് പുറത്തിറങ്ങിക്കോടും. നിങ്ങൾ എന്നതായി പറയുന്നത്? കല്യാണ കാര്യത്തിലെങ്കിലും പിള്ളേരുടെ ഇഷ്ടം കൂടെ നോക്കണ്ടേ? ബേവിച്ചന്റെ കാര്യത്തിലൊന്നും ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല. ഇനി സണ്ണച്ചനെ കൂടെ ഇവിടുന്ന് ഇറക്കി വിടണോ? നീ ഒരുത്തിയാണ് ഇതിനെല്ലാം മളം വെച്ചു കൊടുക്കുന്നത്. ഇവന്റെ ചേട്ടന്റെ പുറകെ പോകാൻ ഇഷ്ടമെങ്കിൽ ഇവനെ പോട്ടടി. അച്ചായ, നമുക്ക് മാർഗം ഉണ്ടാക്കാം. ഞാൻ പള്ളി വരെ ചെന്ന് അച്ഛനുമായിട്ടൊന്ന് സംസാരിക്കാം. അച്ഛൻ പറഞ്ഞ അപ്പച്ചൻ എതിര് പറയത്തില്ല. കർത്താവ് തന്റെ മനസ്സ് കാണുന്നുണ്ട് കറിയാച്ച. പക്ഷെ ഇനി ഈ പിടിവാശി തുടരരുത്. തുടർന്നാൽ താൻ കുടുംബത്തിൽ ഒറ്റപ്പെട്ടു പോകും. തൂമ്പുങ്കലെ പെണ്ണിനെ ബേബിച്ചൻ ഇഷ്ടപ്പെട്ട് കെട്ടിയപ്പോ താൻ എടുത്ത നിലപാട് ഇവിടെ ആവർത്തിച്ച തനിക്കും അന്നാമ്മയ്ക്കും ഒരു മോനെ കൂടിയാവും നഷ്ടപ്പെടുക. കാരണം തന്റെ രക്തം അവരുടേത്. വാശിക്ക് ഒട്ടും പിന്നോട്ടല്ല. എന്തൊക്കെ പറഞ്ഞാലും അവളെ കല്ലൂക്കാരന്റെ സന്ധിയല്ലേ അച്ചു? തൂത്താമായെന്ന് ബന്ധമാണോ? ആനി നല്ല കുട്ടിയാ കറിയാച്ച. അവള് ചെന്ന് കയറുന്നിടത്ത് ഐശ്വര്യക്കേടുണ്ടാകത്തില്ല. താൻ സമാധാനമായിട്ടൊന്ന് ആലോചിക്കാം. ബേബിച്ചൻ ത്രേസിയുടെ കൈയും പിടിച്ചിറങ്ങിപ്പോയിട്ട് ഈ വരുന്ന ചെറിയ പെരുന്നാളിന് 8 കൊല്ലം തികയാ. ഓർമ്മയുണ്ടോ തനിക്ക്? സണ്ണിച്ചന്റെ കല്യാണത്തിന് അവനെയും വിളി. അവനൂടെ തിരിച്ചു വന്ന കാഞ്ഞിരപ്പള്ളി തറവാടിന്റെ ബലമെന്ന് വേറെയാ. എവിടെയും തോക്കാത്ത കറിയാച്ചനെ എന്നും തോപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ മക്കള് തന്നെ അണച്ചു. ഞാൻ തോറ്റു കൊടുത്തേക്കാം. ഒന്നും കഴിക്കാതെ വന്നത് എന്നാ കിടപ്പാ. വന്നാട്ടെ, എഴുന്നേറ്റ് വല്ലതും കഴിക്കേ. നേരം കൊറേ ആയി. മാമ്പൂ കണ്ടും മക്കളെ കണ്ടും മനക്കോട്ട കെട്ടതെന്ന് പറയുന്നത് എത്ര നേരാ? നമ്മുടെ മക്കളല്ലേ, അവന്മാരുടെ ആഗ്രഹം നടത്തി കൊടുക്കുമ്പോ ഇങ്ങനെ ഇത്തിരൂടെ വലിയവനാകത്തല്ലേ ഉള്ളൂ. നമ്മുടെ മക്കള് നന്നായി ജീവിക്കാൻ വേണ്ടിട്ടല്ലേ നമ്മൾ കാണുന്നതൊക്കെ ഉണ്ടാക്കി കൂട്ടിയിരിക്കുന്നേ. ഞാൻ തോറ്റു കൊടുത്തേക്കാം. അവൻ അതാണ് ഇഷ്ടമെങ്കിൽ അത് തന്നെ നടക്കട്ടെ. ഇനി ഒരുത്തിനെ കൂടി ഇറക്കി വിട്ടത് നീ എന്റെ മേ പഴിച്ചാരില്ലല്ലോ. ഇനിയിപ്പൊ തീയതി നിശ്ചയിക്കുക, അത്രേ ഉള്ളു കാര്യങ്ങള്. എന്റെ മോള് രേഖയുടെയും സണ്ണിയുടെയും കെട്ട് ഒരൊറ്റ ദിവസം നടത്താനാ തീരുമാനിച്ചിരിക്കുന്നത്. നൊയമ്പ് കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച. സ്വന്തം മോളുടെ കല്യാണം ഉറപ്പിക്കലിന് തന്തയെ വിളിക്കാഞ്ഞത് കാഞ്ഞിരപ്പള്ളിക്കാരുടെ ബുദ്ധിയായിരിക്കും, അല്ലേ ദീനാമേ? ഏതായാലും തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാനിങ്ങ് എത്തിയത് നന്നായി. ആനി എന്റെ മോളല്ലാന്ന് ഉറപ്പിച്ച് പറഞ്ഞത് കോടതിയാ. അന്നതായിരുന്നു അതിന്റെ നേര്. പക്ഷെ ഇപ്പോ എനിക്കിത് സമ്മതിച്ചേ പറ്റൂ. ഇവൾ എന്റെ മോള് തന്നെയാ.
ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തള്ള പറയട്ടെ. ഞാൻ ആനിക്ക് വേണ്ടി ഒരു നല്ല പയ്യനെ കണ്ടുവച്ചിട്ടുണ്ട്. കുവൈറ്റ് എയർവേസിൽ അവന് ജോലി. എന്തൊക്കെയായാലും സ്വന്തം മകളെ ഒരു തെമ്മാടിക്ക് കൊടുക്കാൻ ഏതെങ്കിലും ഒപ്പം തയ്യാറാവുമോ? പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത കാര്യം ദീനാമയോട് പറയാൻ പറ്റിയില്ല. എല്ലാം പെട്ടെന്നായിരുന്നേ. കാഞ്ഞിരപ്പള്ളി കറിയാച്ചന്റെ ചങ്ങിനിട്ട് കുത്താൻ നിങ്ങൾ കണ്ടുപിടിച്ച ആയുധം കൊള്ളാം. പക്ഷേ കറിയാച്ചൻ വീഴത്തില്ല. നീ അത് ഓർത്തോ? പാടി. ആ മോള് കരയണ്ടാടി. ഇനി മുതൽ നീ കല്ലൂക്കാരൻ കുടുംബത്തിലേതാ. ഒരു നല്ല തറവാട്ടിലേക്ക് തന്നെ നിന്നെ ഞാൻ കെട്ടിച്ചയക്കും. നീ എന്നെ സംശയിക്കേണ്ട ദീനാമേ. കുട്ടപ്പായിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ, സ്നേഹമെങ്കിൽ സ്നേഹം. അതെല്ലാം മറിച്ചായ അത് നിനക്കറിയാമല്ലോ. കാഞ്ഞിരപ്പള്ളി കറിയാച്ചന്റെ അഭിമാനം ആ കല്ലൂക്കാരൻ പട്ടിയുടെ മുമ്പിലിട്ട് ചവിട്ടി തയ്ച്ചപ്പോ നിനക്കൊക്കെ തൃപ്തിയായില്ലേ? നീ കെട്ടിയില്ലെങ്കിൽ അവള് ചാവുമെന്നല്ലേ പറഞ്ഞത്? ചെല്ലടാ, അവള് ചാവുന്നതിന് മുമ്പ് നീ കെട്ടിക്കൊണ്ട് വാ. നിന്നെക്കാൾ കൊള്ളാവുന്നൊരുത്തിന് കെട്ടിച്ചു കൊടുക്കുമെന്ന് അവരുടെ പുതിയ തന്ത പറഞ്ഞപ്പോ അവർക്ക് സ്വർഗലോകം കിട്ടിയ പോലെ ആയില്ലേ? ഛേ, ഇതിപ്പോലെ ഒരു നാണക്കേട് എന്തുണ്ടാവാൻ? ആനപ്പെണ്ണില്ലേ അകത്ത്? ഓ സോറി, നീ ഇപ്പൊ കല്ലൂക്കാരൻ ഫാമിലിയിലെ ആനപ്പെണ്ണാണല്ലോ അല്ലേ? നിനക്കൊരു പുത്തൻ തന്ത ഉണ്ടായപ്പം ഞാൻ വേറെ ഉണ്ടാക്കനായപ്പോ ഇല്ലടി. ഓ രാജ്ഞി പള്ളിയുറക്കം കഴിഞ്ഞ് എഴുന്നള്ളിയല്ലോ. പേടിപ്പിക്കുന്നോടി. ഒറ്റ ചവിട്ടുന്നതിന്റെ കഥ ഞാൻ 16 ദിവസം. നീ എന്റെ അപ്പനെ ഇവിടെ നാട്ടിറങ്ങില്ല. ഈ വീടും കത്തിച്ച് രണ്ടെണ്ണത്തിൽ ചുട്ടാലും ഒരു പട്ടി എന്നോട് ചോദിക്കുക. എങ്കി പിന്നെ എന്തിനാ വൈകിക്കണേ? സണ്ണിച്ചാന് മാത്രമേ അതിനുള്ള അവകാശമുള്ളൂ. എന്താ സംശയമുണ്ടോ? കുട്ടപ്പായിച്ചത് ഭ്രാന്ത് തന്നെ. അല്ലെങ്കിൽ പിന്നെ കോടതി നാട്ടുകാരൻ തള്ളിക്കളഞ്ഞ ഈ കേസ് ഇച്ചാനായിട്ട് വീണ്ടും കുത്തിപ്പൊക്കൂ. അത് ഇച്ചായന്റെ 18ാമത്തെ അടവല്ലേടാ. സണ്ണി അവളെ കെട്ടിയാ പിന്നെ അവകാശവും പറഞ്ഞ് ഇങ്ങോട്ട് വരില്ലേ? അത് ഒഴിവാക്കാനായിരിക്കും അച്ചായനെ കളി കളിച്ചത്. അവള് മോള് തന്നെയാണെന്ന് തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് അവരെങ്ങനെ അപ്പീലിന് പോയാൽ കേസിന് ബലം കൂടുകയുള്ളൂ. നീ പറഞ്ഞത് ശരിയാ. പക്ഷേ കോടതിയെക്കാളും കുട്ടപ്പായച്ചൻ എനിക്കിപ്പോ പേടി. ഇനി മനസ്സ് മാറി അവളെ അങ്ങ് മകളായിട്ട് അംഗീകരിച്ചാല് സംഗതി പ്രശ്നമാവും. നീ എന്താ ഉദ്ദേശിച്ചേ? നിന്റെ തലയിലെന്താ ചകിരിച്ചോറ? ഡാ, കുട്ടപ്പായച്ചന് പഴയ കുറ്റിയോടും മോളോടും സ്നേഹം തോന്നി തുടങ്ങിയാ പിന്നെ അങ്ങോട്ട് പണ്ടവും പണവും ഒഴുകാൻ ഒരു കോടതി വിധിയുടെ ആവശ്യമില്ല. സ്വത്ത് ഭാഗം വെക്കാത്തോണ്ട് കുട്ടപ്പായച്ചൻ കൊടുക്കുന്ന 1 രൂപയിൽ 75 പൈസ നമ്മുടെയാ. അത് നമ്മൾ ഓർക്കണം. അതിനെന്നാ ചെയ്യണമെന്നാ ഇച്ചായൻ പറയുന്നേ? അവളെ അങ്ങ് തട്ടണം. അവളെ കൊന്ന കുറ്റത്തിന് കാഞ്ഞിരപ്പള്ളി സണ്ണി അകത്താകുകയും ചെയ്യും. ഇവിടെ ഇറങ്ങടി. മുതലാളി, മുതലാളി, എന്റെ മോളെവിടെ? മോളോ? നിങ്ങളുടെ മോൾ ഇവിടെയാണോ ഇരിക്കുന്നത്? നിങ്ങളുടെ ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് കണ്ടവരുണ്ടല്ലോ. ഞങ്ങളുടെ ജീപ്പിലോ? എന്തിനാ എന്റെ മോളെ ഉപദ്രവിക്കുന്നത്? അവളെവിടെയാ? തള്ള ഇവിടെ കാണും തൊള്ള തുറക്കല്ലേ. നിങ്ങളുടെ മോളെ ഇവിടെ ആരും കൊണ്ടുവന്നിട്ടില്ല. നീ എന്നതാടി പെണ്ണെ വന്ന് പറയുന്നത്? നിന്റെ മോളെ ഇവിടെ ആരും കട്ടുകൊണ്ട് വന്നിട്ടില്ല. അവളെ അവിടെ പുതിയ തന്തയുടെ വീട്ടിൽ കാണും. നീ അങ്ങോട്ടല്ലേ? അയ്യോ, ഞാനിനി എവിടെ ചെന്ന് അന്വേഷിക്കാം? ഇതിലെന്തോ ഒരു ചതി ഉണ്ടല്ലോ അമ്മച്ചി. ഇതും ആ കുട്ടപ്പായുടെ തന്നെ ഒരു നമ്പർ ആവാനാണ് സാധ്യത. നീ ചതി നമ്പർ ഒന്നും അന്വേഷിക്കണ്ട. മര്യാദക്ക് കേറിപ്പോ. പോകാൻ.
പന്ന റാസ്കൽ, ഒരു പീറ പെണ്ണിനെ പിടിച്ചോണ്ട് വരാൻ പറ്റാത്ത പോടാ. ഇച്ചായ എനിക്കൊരു ഡൗട്ട്, ഇത് കുട്ടപ്പായച്ചന്റെ ഒരു ഇടക്കമണിയാണെങ്കിലോ? ഇച്ചായനത്തിന് അങ്ങനെ ചെയ്യുന്നേ? എന്തായാലും അവള് പുള്ളിക്കാരന്റെ മോള് തന്നെയാണേ. ശകലവേലും സ്നേഹം കാണാതിരിക്കത്തില്ല. അപ്പൊ കാഞ്ഞിരപ്പള്ളിക്കാര് വല്ല വേല ഒപ്പിക്കുമെന്ന് തോന്നിയിട്ട് ഇച്ചായൻ തന്നെ അവളെ മാറ്റിയതാണെങ്കിലോ?